ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ധ്യാന വിഷയമാകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. കർത്താവിൻ്റെ ദൂതൻ യോസേപ്പിനോട് പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമായ എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മളുടെ രക്ഷയുടെ നിദാനമാണ് എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. യേശുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് മഹാപ്രവാചകനായ ഏശയ്യാ ഇപ്രകാരം പ്രവചിച്ചു വെച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി യേശു ജനിക്കുകയാണ്. എമ്മാനുവേൽ, കൂടെ വസിക്കുവാൻ ആശിച്ചുകൊണ്ട് ദൈവം നമ്മോട് ഒപ്പമാകുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ നേരത്തെ തന്നെ പ്രവചിച്ച് വയ്ക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ ശക്തിയും അഭിഷേകവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് രക്ഷയുടെ അനുഭവത്തിൽ നമ്മളായിരിക്കുക എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുക. തിരുവചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് തീരുമാനിക്കുകയാണ്. അതിന് പ്രകാരം ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് നീ മോചിപ്പിച്ച് കൊണ്ടുവരണം. ഉടനെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അതിന് ശക്തിയില്ല, എനിക്ക് അതിന് പാഠവുമില്ല, കഴിവില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഫറവോയുടെ അടുത്ത് പോകാനും അവരെ രക്ഷിക്കുവാനും എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയാണ്. ദൈവം കൂടെയുള്ള ഒരാളാണ് അനുഗ്രഹീതനെന്ന് പറയുവാനായിട്ട് സാധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും ജനനത്തിലും മരണത്തിലും മരണത്തിന് അപ്പുറത്തും ദൈവം കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പങ്കുവച്ച സംഭവം ഇപ്രകാരമാണ്. 3 കൊച്ചു മക്കളാണുള്ളത്. 3-ാമത്തെ കുഞ്ഞിന് 6 മാസം പ്രായമായപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് ഒരപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അതേ തുടർന്ന് ഈ 3 മക്കളെയും ഒറ്റയ്ക്ക് വളർത്തി, പഠിപ്പിച്ചു, വലുതാക്കി, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ഈ കുഞ്ഞുങ്ങളെ 3 പേരെയും ഓരോ ലെവലിൽ എത്തിച്ചു. എന്നിട്ട് ആ സഹോദരി പറയാണ്, സിസ്റ്ററെ, ഇത്രയും കാര്യങ്ങൾ അത്ഭുതകരമായി ഞാൻ ചെയ്തത് എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇന്നും അതിശയമാണ്. എനിക്കതിന് സാധിച്ചത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് ഓരോ സമയവും അതിനെന്നെ സഹായിച്ചതെന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ സഹോദരി പങ്കുവെച്ചത് ഓർക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവ് കൂടെയില്ലെന്നൊരു ബോധ്യമാണെങ്കിലോ നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ ദുഃഖത്തിലേക്ക് പോകും, നിരാശയിലേക്ക് പോകും. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് അവൻ പറയുകയും നമ്മോടൊപ്പം വസിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു അനുഭവം സ്വന്തമാക്കുന്നവൻ ഭാഗ്യവാനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. മിദിയാൻകാരുടെ പീഡനത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ദൂതൻ ഒഫ്രായിൽ ചെന്ന് മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഗിദെയോനോട് ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ കർത്താവേ, എന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കരുത്. മനാസയുടെ വംശത്തിൽ ഏറ്റവും ചെറിയ ഒരു ഗണമാണ് ഞങ്ങളുടെ ഗണം. മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നിസ്സാരണമാണ് ഞാൻ. അപ്പോൾ ദൈവമായ കർത്താവ് അദ്ദേഹത്തോട് പറയാണ്, ഗിദെയോനോട് പറയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും.
ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗിദെയോൻ ഒറ്റയാളെപ്പോലെ പോയി നിന്ന് യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി ഈ വലിയ യുദ്ധത്തിന് വേണ്ടി. നോക്ക്, കർത്താവ് ഒരുവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, നനയ്ക്കുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം കർത്താവിൻ്റെ ശക്തി അവരുടെ കൂടെയുണ്ട്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ ഈ സന്യാസ സമർപ്പണത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മാറി മാറി വഹിക്കേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുവാനായിട്ട് പേടിയുണ്ട്. കാരണം അതിന് തക്കതായ അറിവില്ല. ചിലപ്പം തോന്നും നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനമില്ല, അതല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകളില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിൻ്റെയും പിന്നാമ്പുറത്ത് മനസ്സിലൊരു ശക്തിയുണ്ട്. ആ ശക്തി ഇത് മാത്രമേ ഉള്ളൂ, ദൈവം കൂടെയുണ്ടല്ലോ. ദൈവം കൂടെയുണ്ടല്ലോ. ദൈവം കൂടെ ഉള്ളപ്പോൾ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കർത്താവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സഹായിക്കും. ഈ അടുത്ത നാളിൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ, ആ സഹോദരന് 42 വയസ്സ് പ്രായമുണ്ട്. അമ്മയും ഈ മകനും മാത്രമേ ഉള്ളൂ. വിവാഹത്തിലേക്ക് അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല. അപ്പം അമ്മ തീരാ രോഗിയാണ്, കിടക്കുകയാണ്, ഒന്നും എഴുന്നേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കണം, അമ്മയെ ശുശ്രൂഷിക്കണം, വീടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. അതെല്ലാം ചെയ്തിട്ട് ഇദ്ദേഹം പുറമേ ചെറിയ ചെറിയ പണിക്ക് പോകും. ആ കിട്ടുന്ന പണം കൊണ്ട് അമ്മയെ ശുശ്രൂഷിച്ച് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ തികഞ്ഞ ഒരു വിശ്വാസമുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഇനി വേണം എനിക്ക് ഒരു അടുത്ത ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുവാൻ. എൻ്റെ അമ്മയെ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചേക്കുകയാണ്. അമ്മയ്ക്ക് ഒരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും മനോഹരമായി എൻ്റെ അധ്വാനത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സഹോദരന് സാധിക്കും? അന്നേരം ആ സഹോദരൻ പറയാ, കർത്താവല്ലേ സിസ്റ്റർ കൂടെയുള്ളത്, കർത്താവല്ലേ കൂടെയുള്ളത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന്. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരെക്കുറിച്ചും നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവരുടെ ശക്തിക്കും കഴിവിനും അപ്പുറത്തേക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഓരോരുത്തരെയും ഉപകരണമാക്കുന്നുണ്ട് എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. ജെറമ്യായെ ദൈവമായ കർത്താവ് വിളിക്കുന്നത് നമ്മൾ ജെറമ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ കാണുന്നുണ്ടല്ലോ. ജെറമ്യായെ വിളിച്ചപ്പോൾ ജെറമ്യ പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റിയല്ല, എനിക്ക് ശക്തിയില്ല എന്നൊക്കെ ഒഴികഴിവൊക്കെ പറഞ്ഞ് മാറാൻ തുടങ്ങിയപ്പോൾ ദൈവമായ കർത്താവ് ജെറമ്യായോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നോക്ക്, ശ്രദ്ധിക്കണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ജെറമ്യ, നമുക്കറിയാം, ഒരുപാട് കാലം ഇസ്രായേലിനെ നയിച്ചു, ഇസ്രായേലിനെ സഹായിച്ചു, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തു. ദൈവം കൂടെയുള്ളവൻ ഭാഗ്യവാനാണ്. ആരൊക്കെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളോട് നോ പറയുന്നോ, അല്ലെങ്കിൽ കഴിവില്ല എന്ന് പറയുന്നോ, അല്ലെങ്കിൽ അറിവില്ല എന്ന് പറയുന്നോ, ഉടനെ ദൈവം അവിടെ ഇടപെടുകയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഭീരുക്കളാകേണ്ട കാര്യമില്ല. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലൂടെ തന്നെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളവൻ ശക്തനാണ്, അല്ലേ? ദൈവം കൂടെയുള്ളവൻ അനുഗ്രഹീതനാണ്. അതിപ്പം തീരാ രോഗത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്നവനാണെങ്കിലും ദൈവം കൂടെയുണ്ടെന്ന് വിചാരിച്ച് അവൻ ആ രോഗക്കിടക്കയിൽ കിടക്കുകയാണെങ്കിൽ അവൻ്റെ സഹനങ്ങളെല്ലാം അനുഗ്രഹത്തിന് നിദാനമായി തീരുകയാണ്. വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ആഞ്ഞടിക്കുമ്പോൾ, കഷ്ടതകളും നഷ്ടതകളും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമ്മളുടെ പാദം വിശ്വാസമാകുന്ന ആ വലിയ പാറമേലാണ് ഉറപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതെല്ലാം നമുക്ക് സ്വീകരിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശു നിൻ്റെ കൂടെയുണ്ട്, യേശുവിൽ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്.
നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. മംഗളവാർത്ത സ്വീകരിച്ച മറിയത്തെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ ഒരു ശക്തി, കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് മറിയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രക്ഷണീയ കർമ്മത്തിൽ അവൾ സഹകാരിയായി. ദൈവം ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും മനോഹരമായി മറിയം ചെയ്യുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മളുടെ ശക്തിയില്ലായ്മയിൽ, നമ്മളുടെ കഴിവില്ലായ്മയിൽ ദൈവം കടന്നു വരികയാണ്. ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദൈവം കൂടെ വരികയാണ്. അപ്പോൾ നമ്മളിൽ നിറയുന്ന ഒരു ശക്തി, ആ ഒരു ശക്തിയിൽ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ കൂടെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം കൂടെ ഉള്ളത് കൊണ്ട് മനോഹരമായി ശിശു സമൂഹം കർത്താവിനെ അവർ പ്രഘോഷിച്ചു. വലിയ ദുരന്തങ്ങളിലും കഷ്ടതകളിലും പീഡനങ്ങളിലും ഒക്കെ അവർക്ക് കർത്താവിനെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചത് കർത്താവിൻ്റെ കരം അവരുടെ കൂടെയുണ്ട് എന്ന് അവർക്ക് ബോധ്യമായ നിമിഷങ്ങളിലാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് ബോധ്യമായ നിമിഷങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം അവിടെ ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരന് പ്രാർത്ഥിക്കാൻ വന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഒരുപാട് നാളുകളായി എനിക്ക് വലിയ ശ്വാസമുട്ടലാണ്. അതുകൊണ്ട് എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ജോലിയൊക്കെ ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. അയാളങ്ങ് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കാം, എന്നാൽ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും സമയം മുൻപോട്ടിട്ട് ആ സഹോദരനോട് പറഞ്ഞത്. ഞാനങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലെത്തി, ദിവ്യകാരൻ്റെ സന്നിധിയിലെത്തി. ഞാൻ മുട്ടുകൾ കുത്തി, കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു ജപമാല ചൊല്ലി മാതാവിനോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, വർഷങ്ങളായി ഈ ശ്വാസം മുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ തിരുമനസ്സാകുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. എൻ്റെ കൂടെ വരണമേ. ഞാൻ ഈശോയെ വിളിച്ചു, എൻ്റെ കൂടെ വരണമേ. അതുവരെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഒരു ഉത്കണ്ഠയുണ്ടായിരുന്നു ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം ആ സഹോദരൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ കർത്താവിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ സഹോദരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് ഞാൻ വളരെ വിശ്വാസപൂർവ്വം ആ സഹോദരൻ്റെ നെറ്റിത്തടത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ കാരുണ്യം ആ സഹോദരൻ്റെ മേൽ വലിയ കൃപയായി പെയ്ത് ഇറങ്ങി. പ്രാർത്ഥന കഴിഞ്ഞു, അദ്ദേഹം പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആ സഹോദരന് എൻ്റെ അടുത്ത് വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, സിസ്റ്റേ, ഈ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സമാധാനമുള്ളവനായി ഉറങ്ങി. കുറേ നാളുകളായിരുന്നു ഞാൻ ഉറങ്ങിയിട്ട്, പക്ഷെ ഞാൻ സമാധാനമുള്ളവനായി ഉറങ്ങി. എനിക്ക് ഒരുപാട് സൗഖ്യം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. കർത്താവ് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ ചെയ്യുവാനായി നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ഈ സാന്നിധ്യം അനുഭവിക്കാത്തതാണ് നമ്മളുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും കാരണമായി നിൽക്കുന്നത്, പല പ്രശ്നങ്ങൾക്കും കാരണമായി നിൽക്കുന്നത്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരും. ഒരുപാട് മേഖലകളിൽ വിട്ടുവീഴ്ച ചെയ്യാനായിട്ടുള്ള ശക്തി കർത്താവ് നമുക്ക് തരും. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൻ്റെ വഴക്ക് തീർക്കാൻ വേണ്ടി കർത്താവ് എന്നെ ഉപകരണമാക്കി. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ വർഷങ്ങളായി നടക്കുന്ന വഴക്ക് തർക്കങ്ങളും അതിൻ്റെ പരിണിതഫലമായി ഇവർ തമ്മിലുള്ള മാനസികമായ അകൽച്ചകളും ഒക്കെ ആയിട്ട് ഇവർ വന്നേക്കുകയാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ഷെയർ ചെയ്തു. ഞാനത് മുഴുവൻ കേട്ടു. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടി ഇങ്ങനെ ദാഹത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഈ ദമ്പതികളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തരികയാണ്. ആ സന്ദേശം ഇപ്രകാരമാണ്. ആ സഹോദരനോട് ചോദിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്, ആരാണ് ജോസഫ് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ എളിമയോടെ ചോദിച്ചു, ആരാണ് ജോസഫ്?
അന്നേരം ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ അത് എൻ്റെ പിതാവാണ്. ഞാൻ പറഞ്ഞു, പിതാവിനോട് മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് ഈ സമയം ക്ഷമിക്കുകയാണെങ്കിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ചെയ്തു തരും. ഉടനെ ഭാര്യ പറഞ്ഞു, സിസ്റ്റർ ഞങ്ങൾക്ക് അപ്പച്ചനോട് ക്ഷമിക്കാനായിട്ട് ഒത്തിരി മേഖലകളിൽ ഉണ്ട്. ഒരുപാട് നാളുകളായി മാനസികമായ ഒരു അകൽച്ചയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് ഒരു പരിധിവരെ കാരണം അപ്പച്ചനാകുന്നുകൊണ്ട് എന്നീ സഹോദരി പറഞ്ഞു. ഉടനെ കർത്താവ് അടുത്ത വചനം എന്നോട് പറയാണ്, ഞാൻ കൂടെയുണ്ട് എന്ന് പറയാനായിട്ട്. ഞാൻ അവരോട് പറഞ്ഞു, അപ്പച്ചൻ അപ്രകാരം നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പോലും ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ജീവിച്ചിരിക്കട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ പിതാവിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുറവുകൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് വചനത്തിലൂടെ അവരെ ശക്തിപ്പെടുത്തി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ട് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവർ അവിടുന്ന് യാത്രയാകുന്നത് കാണുവാൻ ദൈവമായ കർത്താവ് ഭാഗ്യം തന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. എങ്ങോട്ട് നോക്കിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. പക്ഷെ അവിടെയും കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്തോ ഒരു ഭാഗ്യമാണ്, എന്തോ ഒരു അനുഗ്രഹമാണ്. എബ്രാഹിം ലിങ്കനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം വായിക്കാനായിട്ട് ഇടയായി. യുദ്ധമുഖത്ത് വെച്ച് എബ്രാഹിം ലിങ്കൻ തൻ്റെ സൈന്യാധിപനോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഈ യുദ്ധത്തിൽ വിജയിക്കുമോ? ഉടനെ സൈന്യാധിപൻ പറയുകയാണ്, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായും ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായും ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും. ഉടനെ എബ്രാഹിം ലിങ്കൻ തിരിച്ച് പറഞ്ഞ മറുപടി ചരിത്രത്തിൽ വളരെ സ്ഥാനം പിടിച്ചു പറ്റി. മറുപടി ഇപ്രകാരമാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ശരിയാണ്, പക്ഷേ നമ്മൾ ദൈവത്തോട് കൂടെയാണോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്, ശരിയാണ്, പക്ഷേ നമ്മൾ ദൈവത്തോട് കൂടെയാണോ? നമ്മൾ ദൈവത്തോട് കൂടെയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഈ ജീവിതം മനോഹരമായി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ 14ാമത്തെ പ്രാവശ്യമാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇതുവരെയുള്ള ഇൻ്റർവ്യൂകളെല്ലാം ഫേസ് ചെയ്തിട്ട് എനിക്ക് പരാജയം മാത്രമാണുള്ളത്. അത് സഹോദരൻ സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്. തനിക്കൊരു ജോലി കിട്ടിയെങ്കിലേ വീട് പച്ച പിടിക്കുകയുള്ളൂ, അങ്ങനെ ഒത്തിരി കഷ്ടതകളിലൂടെ നഷ്ടതകളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ആ സഹോദരനും ഞാനും കൂടി ഇരുന്ന് ദൈവത്തിൻ്റെ ഇംഗിതം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ സഹോദരനെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിച്ചു. ഏറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു വചനം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് ആ സഹോദരനോട് പറയാനായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മോനെ, കർത്താവ് നിൻ്റെ കൂടെ വരികയും ഈ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുവാൻ മോനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസത്തോടു കൂടെ കർത്താവിനോടൊപ്പം വെക്കൂ. കർത്താവ് മുന്നിൽ നിൽക്കട്ടെ, നീ പിറകിൽ നിൽക്ക്. ആ സമയത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് മനസ്സിനെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി തിരുവചസ്സുകൾ പറഞ്ഞു കൊടുത്ത് ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് ആ മകനെ പറഞ്ഞയച്ചു. അദ്ദേഹം പോയി ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായില്ല, പക്ഷേ എനിക്ക് നല്ല ശക്തിയുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ മറ്റ് ഇൻ്റർവ്യൂവിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ അത് ഒന്ന് മറികടക്കാനായിട്ട് സാധിച്ചു. കർത്താവ് കൂടെയുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, പല രീതിയിൽ കർത്താവ് നമ്മളെ സഹായിക്കും. ജയം വേണമെന്നില്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ജയം കിട്ടിയാൽ മതിയല്ലോ. അതല്ല, നമ്മളൊരു തോൽവിയിലൂടെയാണ് കടന്നു പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിശ്ചയമെങ്കിൽ ആ തോൽവിയെ ഒന്ന് ധൈര്യപൂർവ്വം നമുക്ക് തരണം ചെയ്യുവാനുള്ള ശക്തിയാണ് കർത്താവ് നമുക്ക് ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള എമ്മാനുവേൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ നയിക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മോടൊത്തുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്.
അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആ വലിയ പാറ പോലെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽപ്പെട്ട് നിങ്ങൾ ഞെരുങ്ങുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നെ നയിക്കും, കർത്താവ് എന്നെ പരിരക്ഷിക്കും, കർത്താവ് എൻ്റെ കൂടെ വസിക്കും എന്നുള്ള ആ വലിയ കാര്യം. ഈ അടുത്ത നാളിൽ ദിവ്യസക്രാരിയുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരു കാര്യം സഭ ഏൽപ്പിച്ചു, അത് ചെയ്യണം. മനസ്സിൽ നല്ല ഭയമുണ്ട്, നല്ല ഉത്കണ്ഠയുണ്ട്, അതെന്തായി തീരുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. പിന്നെ 2-3 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിച്ചു, പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ചു, ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയ ആ തിരുവചന ഭാഗമാണ് എനിക്ക് കിട്ടിയത്. ദൂതൻ മറിയത്തോട് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് എനിക്ക് ആ ദിവ്യമായ സന്ദേശം തന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കുവാൻ കർത്താവ് കൂടെ വന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കണം. കർത്താവ് കൂടെയുണ്ട്, എമ്മാനുവേൽ. അതാണ് രക്ഷയുടെ അനുഭവം. അതുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവത്തെ സ്വന്തമാക്കുന്നവൻ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്. കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് എത്ര വലിയ ഭാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവ് നമ്മളെ നയിക്കും. പാതി വഴിക്ക് തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല കർത്താവ്. നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി, എപ്പോഴും നമ്മോടൊത്ത് വസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിലേക്ക്, ഈ ലോക സുഖങ്ങളിലേക്ക് മാറുമ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരുന്ന ആ വലിയ കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ദയയൊക്കെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും മുഴുവൻ വിഷയങ്ങളെയും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കർത്താവിനോട് കൂടെയാണെങ്കിൽ ഇതെല്ലാം തരണം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ആവശ്യമായ ശക്തിയും കരുത്തും ബലവും തരും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് മോശയോട് എന്നതുപോലെ, പ്രവാചകന്മാരോട് എന്നതുപോലെ ഞങ്ങളുടെ കൂടെ വസിക്കുകയും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും കർത്താവെ അങ്ങയോടൊത്ത് ജീവിപ്പാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.